ഹലോ ഗായ്സ്, നമുക്ക് ഇன்றைக்கி ഒരു വെണ്ടയ്ക്ക മുട്ടை സാദം பண்ணலாமா? ഇതൊരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി ആട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട. ആ വഴവഴപ്പ്, വെണ്ടയ്ക്കയുടെ വഴവഴപ്പ് പോകാൻ മാതിരിയുള്ള രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ഫ്രൈ ചെയ്ത വെണ്ടയ്ക്ക വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ശരിക്കും നമുക്ക് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആട്ടോ. എന്നിട്ട് ഇനി കുറച്ച് അതേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് സവോള, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കശ്മീരി മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് മതി, പിള്ളേർക്കുള്ളതല്ലേ. എന്നിട്ട് ഒരു തക്കാളി ഇട്ടിട്ട് വഴറ്റുക. അതിലേക്ക് ഈ വറുത്ത് വെച്ച വെണ്ടയ്ക്ക ഇട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നു പോയതുകൊണ്ട്. സോ ഇതൊന്ന് നല്ലോണം ഫ്രൈ ആകുമ്പോൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുക്ക് ഒരു മുട്ട കൊത്തി ഒഴിക്കുക. മുട്ട കൊത്തി ഒഴിച്ചിട്ട് മുട്ട നല്ലോണം ചിക്കിയിട്ട് ഒന്ന് ഫ്രൈ ആകുമ്പോൾ ഈ വെണ്ടയ്ക്കയുടെ കൂടെ നന്നായിട്ട് മിക്സ് ആവട്ടെ. മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെണ്ടയ്ക്കയും മുട്ടയും ഒക്കെ കൂടി ഒരു എന്താ പറയുക, ഒരു ഫ്രൈ പരുവത്തിൽ ആക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ്, ഞാനിവിടെ പൊന്നിയരിയുടെ ചോറാണ്, ഇവിടുത്തെ അരിയുടെ ചോറാണ് യൂസ് ചെയ്യണേ. നിങ്ങൾക്ക് മറ്റേ നമ്മുടെ ചോറും യൂസ് ചെയ്യാം, മട്ടരിയും യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ചോറ് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ സമയത്ത് എൻ്റെ കയ്യിൽ മല്ലിയിലയില്ല, കുറച്ച് മല്ലിയിലയും കുരുമുളകും ഇട്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ കുരുമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഗീവ് ഇറ്റ്